ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല ആചാര ലംഘനവും നടന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രഭാമണ്ഡലത്തിലെ സ്വർണം വേർതിരിച്ചെടുത്ത് പുറത്തേക്ക് കടത്താൻ സർക്കാരിലെയും ദേവസ്വം ബോർഡിലെയും ഉന്നതരുടെ ഒത്താശ കൂടാതെ സാധിക്കില്ല. ദേവസ്വം ബോർഡുകളെ അഴിമതിക്കാരായ ദല്ലാൾമാരുടെ താവളമായി മാറ്റിയത് ഇന്ത്യ സഖ്യ പങ്കാളികളായ CPIM-ഉം കോൺഗ്രസുമാണെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അലക്സ് റാം ചേരുന്നു. അലക്സ്, ഇന്നലെ കെ സുരേന്ദ്രനും അത് കോൺഗ്രസിലെ കൂടി തുല്യ പങ്കാളിത്തം ആരോപിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. രാജീവ് ചന്ദ്രശേഖറും ശ്രമിക്കുന്നത് ഏതാണ്ട് അത് തന്നെയാണോ അലക്സ്? ഹാഷ്മി, നിസ്സംശയം പറയാം. അതായത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയതും അതിൻ്റെ പങ്ക് പറ്റിയതും LDF-ഉം UDF-ഉമാണ് എന്ന് BJP പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ആ തരത്തിൽ തന്നെയാണ് അവർ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഈ സംസ്ഥാനത്ത് നിലവിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ BJPക്ക് വിശ്വാസമില്ല. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, അത് CBIയോ മറ്റോ അന്വേഷിക്കണമെന്ന ആവശ്യം കൂടി BJP ഉയർത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കേന്ദ്ര ഏജൻസി കൂടി ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് വന്നാൽ അത് സംസ്ഥാനത്തുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം എത്രത്തോളമാണെന്ന് ചിന്തിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ശബരിമലയിൽ നടന്നത് വെറും സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അത് ആചാര ലംഘനവും ഈശ്വര നിന്ദയുമാണ്. പ്രഭാമണ്ഡലത്തിൽ നിന്ന് ശിവവ്യാളി രൂപങ്ങളിൽ നിന്നും സ്വർണം അപഹരിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ തുടക്കം മുതൽ BJP ഉയർത്തുന്നതാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് 4.5 കിലോ സ്വർണം കൊള്ളയടിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല, മുഖ്യമന്ത്രി അവകാശപ്പെട്ടതുപോലെ അതൊരു വീഴ്ചയുമല്ല എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. പ്രഭാമണ്ഡലം ശ്രീകോവിലിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തൊടാനും സ്വർണം വേർതിരിച്ചെടുത്ത് പുറത്തേക്ക് കടത്താനും സർക്കാരിലെയും ദേവസ്വം ബോർഡിലെയും ഉന്നതരുടെ ഒത്താശയും സഹായവും കൂടാതെ ഒരിക്കലും സാധിക്കില്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ആരോപണം. അതും ഇത് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസിലെയും CPM-ലെയും ഉന്നത നേതാക്കളുമായുള്ള അടുത്ത ബന്ധം വിരൽ ചൂണ്ടുന്നത് പതിറ്റാണ്ടുകളായി ദേവസ്വം ബോർഡുകളെ നിയന്ത്രിച്ച UDF LDF സർക്കാരുകൾക്ക് ഈ കുറ്റകൃത്യങ്ങളിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്നുള്ളതിലേക്കാണ്. അതുമാത്രമല്ല, ഇതിൽ ഇന്ത്യ സഖ്യ പങ്കാളികളായ CPM-ഉം കോൺഗ്രസുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. അഴിമതിക്കാരായ ദല്ലാൾമാരുടെ താവളമാക്കി ശബരിമലയെ മാറ്റിയത് പോലും ഈ ഇന്ത്യ മുന്നണിയിലെ CPM-ഉം കോൺഗ്രസുമാണ്. കൊള്ളയ്ക്ക് കുടപിടിക്കുന്ന ഇതേ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ സത്യം ഒരിക്കലും പുറത്തു വരില്ല എന്നും അതിന് നിഷ്പക്ഷമായ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. BJP-യുടെ കോർ കമ്മിറ്റി യോഗം സംസ്ഥാനത്ത് ഇന്ന് നടക്കാനിരിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ BJP സ്വീകരിക്കുന്ന രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ തന്ത്രം എന്താണെന്നുള്ളത് കൂടി അറിയാം. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ. ഉറപ്പായും ശബരിമല സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയ വിഷയമാവുന്നുണ്ട്. നമ്മൾ തദ്ദേശത്തിലടക്കം അത് കണ്ടതാണ്. അപ്പോൾ അത് രാഷ്ട്രീയ വിഷയമാവുകയും അതിന്റെ നേട്ടം UDF-ന് മാത്രം പോവുകയും ചെയ്യുന്നത് നല്ലതാവില്ല എന്ന് BJP വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് അത് കോൺഗ്രസിലെ കൂടി അതിൽ കുറ്റാരോപണം ഇന്നലെ കെ സുരേന്ദ്രനും ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖറും രംഗത്തുന്നു. ഓക്കെ, രാഷ്ട്രീയമാണല്ലോ അല്ലേ? അതെ, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇനി പ്രത്യാരോപണങ്ങളുടെ ഒരു കാലമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.